നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് വളരെയേറെ കടുത്ത നിയന്ത്രണങ്ങളാണ് പ്രവാസികൾക്ക് നേരെ ഏർപ്പെടുത്തി വരുന്നത്. ഇതുമൂലം ജോലി നഷ്ടപ്പെട്ട ഒട്ടനവധി പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുമുണ്ട്. എന്നാലോ തിരിച്ചെത്താൻ ഇവർക്ക് സാധിക്കുകയുമില്ല. അത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കുവൈറ്റിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്: സ്വദേശിവൽക്കരണം. ഇപ്പോഴിതാ കൃത്യമായ ജോലിയോ വരുമാന സ്രോതസ്സോ ഇല്ലാത്തതുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് പിടികൂടപ്പെട്ട 15,000-ഓളം പ്രവാസികളെ കഴിഞ്ഞ 6 മാസത്തിനകം കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അതായത് രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുമായി ബന്ധപ്പെട്ട ഫോറിനേഴ്സ് നിയമത്തിലെ 16-ാം വകുപ്പ് പ്രകാരമുള്ള വിവിധ നിയമലംഘനങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ വിവിധ രാജ്യക്കാരായ ഇത്രയേറെ പേരെ സുരക്ഷാ വിഭാഗങ്ങൾ അറസ്റ്റ് ചെയ്ത് തങ്ങളുടെ നാടുകളിലേക്ക് കയറ്റി അയച്ചത്. രാജ്യത്ത് അനധികൃതമായും നിയമവിരുദ്ധമായും താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ശക്തിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്രയേറെ പേർ നടപടികൾക്ക് വിധേയരായത്. നാടുകടത്തപ്പെട്ടവരിൽ അധിക പേർക്കും വ്യക്തമായ ജോലിയോ വരുമാന സ്രോതസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് വ്യക്തമായ വരുമാന സ്രോതസ്സോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ആസ്തിയോ ഉണ്ടാവണം എന്നതാണ് നിയമം അനുശാസിക്കുന്നത്. അവ ഇല്ലെങ്കിൽ തന്നെ അവരെ മറ്റ് നിയമ നടപടികൾ കൂടാതെ രാജ്യത്ത് നിന്ന് നാടുകടത്താമെന്ന പ്രവാസികളെ സംബന്ധിക്കുന്ന നിയമത്തിലെ 16-ാം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രവാസികളുടെ താമസയിടങ്ങളിൽ പരിശോധനകളും റെയ്ഡുകളും വ്യാപകമാക്കിയിരിക്കുന്നത്. കൃത്യമായ വരുമാന സ്രോതസ്സുകൾ ഇല്ലാത്തവർ നിയമവിരുദ്ധമായ രീതിയിൽ അതുണ്ടാക്കാൻ ശ്രമിക്കും എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. പരിശോധനകളിൽ പിടിയിലായവരിൽ ഭൂരിഭാഗവും കുറഞ്ഞ വരുമാനത്തിന് ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളായിരിക്കുമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അനധികൃതമായി മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, തെരുവ് കച്ചവടക്കാർ, ഇവിടങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ നിയമലംഘകർ, വിസ് കച്ചവടം നടത്തുന്നവർ തുടങ്ങിയവരെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് നാടുകടത്തിയതെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. രാജ്യത്ത് കുറ്റകൃത്യങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമലംഘകരായ പ്രവാസികളെ നാടുകടത്തുന്നതെന്നും അധികൃതരെ ഉദ്ധരിച്ച് അൽറായ് പത്രം വ്യക്തമാക്കി. ഏഷ്യൻ, അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിപക്ഷവുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ നിയമവിരുദ്ധ താമസക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നടപടി. ഇത്തരത്തിൽ താമസ രേഖകൾ ഉള്ളവരാണെങ്കിലും നിയമലംഘനങ്ങൾ ഏർപ്പെട്ടവരാണെങ്കിൽ അവരെ പുറത്താക്കാനാണ് തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത മാർക്കറ്റുകളിലും മറ്റും ജോലി ചെയ്തിരുന്നവരെയും നടപടികൾ പൂർത്തീകരിച്ച് നാട് കടത്തുകയുണ്ടായി. രാജ്യത്തെ തൊഴിൽ വിപണിയെ മികച്ചതാക്കാനും സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഇതുവഴി സാധിക്കുന്നതാണ്. അനധികൃത താമസക്കാരാണ് രാജ്യത്ത് കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുന്നവരിലേറെയുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതിനിടെ രാജ്യത്ത് പരിസ്ഥിതി നിയമം ലംഘിച്ചതിന് 20 പ്രവാസികളെ നാടുകടത്തിയത് കുവൈറ്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പബ്ലിക് അതോറിറ്റി അറിയിച്ചു. മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ടതല്ലാത്ത പ്രദേശങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുകയും മലിനജലം ഒഴുക്കുകയും ചെയ്തതിന്റെ പേരിൽ പിടിയിലായ പ്രവാസികളാണ് നാടുകടത്തിയതെന്ന് അതോറിറ്റിയിലെ ഇൻസ്പെക്ഷൻ ആൻഡ് മോണിറ്ററിംഗ് വകുപ്പ് അധ്യക്ഷ നദ അൽ ദുബാഷി വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.